Good morning, students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷനാണ്, രണ്ട് ടേമുകളാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട്. അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും. അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും മനസ്സിലാകാതെ നമുക്ക് ഇനിയുള്ള 5 ഹെഡുകൾ പറഞ്ഞല്ലോ, 5 ഹെഡുകളും മറ്റു ചാപ്റ്റേഴ്സുകളും പഠിക്കാൻ വേണ്ടി കഴിയില്ല. അത് വളരെ കണിശയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് കേട്ടിരിക്കുക. അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ഇത് പറയുന്നത്. ഒരു അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറാണ്. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്. അടുത്ത വർഷത്തെ 31 മാർച്ച് വരെയാണ് ഉണ്ടാവുക. ഒരു വർഷത്തെ 1 ഏപ്രിൽ മുതൽ അടുത്ത വർഷത്തെ 31 മാർച്ച് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുക. ഓക്കെ. പ്രീവിയസ് ഇയറിൽ നേടിയ വരുമാനം അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് ചെയ്യുക. അങ്ങനെ ടാക്സ് ചെയ്യുന്ന ആ വർഷത്തെ വിളിക്കുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് 12 months. അതായത് 12 മാസ പീരീഡാണ്. കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവരി ഇയർ. ഓരോ വർഷത്തിലും ഏപ്രിൽ 1-ാം തീയതിയാണ് അത് തുടങ്ങുക. ആൻഡ് എൻഡിങ് ഓൺ ദി 31 മാർച്ച് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തിലെ 31 മാർച്ചിലാണ് അത് അവസാനിക്കുകയും ചെയ്യുക. An assessee is liable to pay tax on the income of the previous year during the following assessment year. പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ വരുമാനത്തിന് അയാൾ ടാക്സ് ചെയ്യേണ്ടി വരിക അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ്. തൊട്ടടുത്ത് വരുന്ന ഇയർ, ആ ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ജൂലൈയിൽ നേടുന്ന, ഇപ്പോൾ ജൂലൈ 1-ാം തീയതി ആണ് എന്ന് കരുതുക. ഇന്ന് ജൂലൈ 1-ാം തീയതി 2020 ഈ ജൂലൈ 1-ാം തീയതി 2020 ഞാൻ നേടിയ വരുമാനത്തിന് ഞാൻ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആവുന്നത്, ബാധ്യസ്ഥനാവുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എവിടെ വരും? 1 ഏപ്രിൽ 2021-ൻ്റെയും 31 മാർച്ച് 2022-ൻ്റെയും ഇടയിലാണ് ഞാൻ എൻ്റെ ഈ ജൂലൈ മാസത്തിൽ 2020 ജൂലൈ മാസത്തിലെ വർഷത്തിലെ വരുമാനത്തിന് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അസസ്മെൻറ്റ് ഇയറിൽ അതിൻ്റെ മുന്നത്തെ പ്രീവിയസ് ഇയറിൽ നേടിയ വരുമാനത്തിൻ്റെ മേലിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനപ്പോൾ ഈ വർഷം ഓഗസ്റ്റിൽ നേടിയ വരുമാനത്തിന് എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്? 2020 ഓഗസ്റ്റിൽ ഞാനൊരു വരുമാനം നേടി. ആ വരുമാനത്തിൻ്റെ മേലിൽ ഞാൻ ടാക്സ് കൊടുക്കാൻ ലയബിളാകുന്ന സമയം എപ്പോഴാണ്? അടുത്ത ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് തുടങ്ങും? 1 ഏപ്രിൽ 2021 മുതൽ 31 മാർച്ച് 2022 വരെ. അതിനിടയിലാണ് ഞാനത് കൊടുക്കേണ്ടി വരിക. ഇപ്പം ഞാൻ ജനുവരി 2020 ഒരു ടാക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിലോ, ജനുവരി 2020 ഞാനൊരു വരുമാനം നേടി. അതിൻ്റെ ടാക്സ് എന്നാണ് കൊടുക്കേണ്ടത്? ജനുവരി, നല്ലോണം ശ്രദ്ധിക്കുക, ജനുവരി 2020 ഞാനൊരു വരുമാനം നേടി. ഞാൻ എപ്പോഴാണ് അതിൻ്റെ ടാക്സ് കൊടുക്കാൻ ലയബിളാവുക? അതിൻ്റെ തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്നാണോ തുടങ്ങുക, അതാണ് അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ. ആ അസസ്മെൻറ്റ് ഇയറിലാണ് ഞാൻ കൊടുക്കേണ്ടത്. എന്നാൽ അസസ്മെൻറ്റ് ഇയർ വരിക ജനുവരി 1, 2020 ഞാൻ വരുമാനം നേടിയാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്നാ തുടങ്ങുക? 1 ഏപ്രിൽ 2020 തന്നെ തുടങ്ങും. കാരണം എന്താ? 1 ജനുവരി കഴിഞ്ഞ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുക എപ്പോഴാണ്? 1 ഏപ്രിൽ 2020. അപ്പോൾ 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെ കാലയളവാണ് അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ. ഓക്കെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി 2-ാം തീയതി ഒരു വരുമാനം നേടിയാൽ ഫെബ്രുവരി 2-ാം തീയതി 2020 ഞാനൊരു വരുമാനം നേടിയ അതിന് ടാക്സ് കൊടുക്കേണ്ട അസസ്മെൻറ്റ് ഇയർ ഏതാ? അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഫിനാൻഷ്യൽ ഇയർ. എന്നാൽ തൊട്ടടുത്ത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുക 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെ. ഞാൻ ജൂൺ മാസം 2020 ഞാനൊരു വരുമാനം നേടിയ എന്നാ വരിക? ജൂൺ 2020 തൊട്ടടുത്ത ഇയർ ഏതാ? ഫിനാൻഷ്യൽ ഇയർ എന്നാ തുടങ്ങുക? ജൂൺ 2020. 1 ഏപ്രിൽ അടുത്ത വർഷമാണ് 1 ഏപ്രിൽ തുടങ്ങണേ. 1 ഏപ്രിൽ 2021 മുതൽ 31 മാർച്ച് 2022 വരെ. അപ്പോൾ ഏത് വർഷം വരുമാനം നേടിയോ ആ വരുമാനം നേടിയ വർഷത്തിൻ്റെ ടാക്സ് കൊടുക്കാൻ ലയബിളാവുക അതിൻ്റെ തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറാണ്. ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ് തുടങ്ങുന്നത്? 1 ഏപ്രിൽ മുതൽ അടുത്ത വർഷത്തിൻ്റെ 31 മാർച്ച് വരെയാണ്. ഓക്കെ. ഇനി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയാം.
ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. ഏത് വർഷമാണോ നമ്മൾ വരുമാനം നേടുന്നത് ആ വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജനുവരി മാസത്തിൽ ഈ ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ വരുമാനം നേടിയാൽ ഞാൻ വരുമാനം നേടുന്ന ആ ഫിനാൻഷ്യൽ ഇയറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രീവിയസ് ഇയർ. ഈ ജൂണിൽ ഞാനൊരു വരുമാനം നേടി. എൻ്റെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ജൂൺ നിൽക്കുന്ന പ്രീവിയസ് ഇയർ ഏതാണ്? പ്രീവിയസ് ഇയർ ഏതാ? 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെ. അതിൻ്റെ തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിനെ നമ്മൾ എന്ത് വിളിക്കും? ആ പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കും. അപ്പോൾ ദി ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്, ഏത് വർഷമാണോ നമ്മൾ വരുമാനം നേടുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ടാക്സബിൾ, അടുത്ത വർഷം നമ്മൾ ടാക്സബിൾ ചെയ്യുന്ന ആ വർഷത്തെ നമ്മൾ എന്ത് വിളിക്കും? അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കും. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് ദി പ്രീവിയസ്. ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ വരുമാനത്തിൻ്റെ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നേടിയ വരുമാനത്തിൻ്റെ മേലിൽ ടാക്സ് ചെയ്യുന്ന അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തെയാണ് എന്ത് വിളിക്കുക? നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുക. അപ്പോൾ ഏത് വർഷം ചോദിച്ചാലും നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു വർഷം വന്നിട്ട് ഇത് അസസ്മെൻറ്റ് ഇയർ ആണ്, എന്നാൽ ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. പ്രീവിയസ് ഇയർ മീൻസ് ദ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഏപ്രിൽ തുടങ്ങി അടുത്ത വർഷത്തെ 31 മാർച്ചിൽ അവസാനിക്കും. ഓക്കെ, പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ്. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ ആ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രീവിയസ് ഇയർ. ദിസ് ഇയർ ബിഗിൻസ് വിത്ത് ഏത് ഫിനാൻഷ്യൽ ഇയറും തുടങ്ങുക 1 ഏപ്രിലാണ്, അവസാനിക്കുക അടുത്ത വർഷം 31 മാർച്ചിനാണ്. കറൻറ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ 2019-20 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ്, അതായത് നമ്മൾ ബുക്കിൽ പറയുന്ന പ്രീവിയസ് ഇയറൊക്കെ 2019-20 ആയിരിക്കും. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് ഇയർ ഏതായിരിക്കും? അതിന് തൊട്ട് മുമ്പുള്ള വർഷം 2020-21 കണ്ടില്ലേ? നമ്മൾ കറൻറ്റ് അസസ്മെൻറ്റ് ഇയറിലവിടെ പറയുന്നു കറൻറ്റ് അസസ്മെൻറ്റ് ഇയേഴ്സ് 2020-21 പ്രീവിയസ് ഇയറാണ്. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് ബാക്കിലുള്ളത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നിലുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ഇഫ് പ്രീവിയസ് ഇയർ 2002 ആണ് പ്രീവിയസ് ഇയർ എങ്കിൽ അസസ്മെൻറ്റ് ഇയർ ഏതാ? അതിൻ്റെ തൊട്ട് മുന്നേക്കുള്ളത് ഏതാ? 2002-2003. ഇഫ് ദ അസസ്മെൻറ്റ് ഇയർ 91-92 അസസ്മെൻറ്റ് ഇയർ 91-92 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ എന്താ? 90-91. അപ്പോൾ 87-88 പ്രീവിയസ് ഇയർ എങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ ഏതാ? 88-89. പിന്നെ അതേപോലെ തന്നെ 2015-16 പ്രീവിയസ് ഇയർ എങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ ഏതാ? 2016-17. അസസ്മെൻറ്റ് ഇയർ ആണ് തൊട്ട് മുന്നേക്കുള്ളതും പ്രീവിയസ് ഇയർ ആണ് അസസ്മെൻറ്റ് തൊട്ട് താഴേക്കുള്ളതും. ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ലയബിലിറ്റി വരുന്ന അസസ്മെൻറ്റ് ഇയറിലാണ്. പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ വരുമാനത്തിൻ്റെ മേലിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് തൊട്ടടുത്ത് വരുന്ന അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ ഓരോ വർഷത്തിനും നമ്മൾ ഉണ്ടാക്കിയ വരുമാനത്തിന് ഒരു പ്രീവിയസ് ഇയർ ഉണ്ടാവും, ഒരു അസസ്മെൻറ്റ് ഇയർ ഉണ്ടാവും. അത് കണ്ടെത്താൻ കഴിഞ്ഞാലേ ഇനി പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഇപ്പോൾ പറഞ്ഞു പ്രീവിയസ് ഇയറിൽ ഉണ്ടായ വരുമാനത്തിന് ടാക്സ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന അസസ്മെൻറ്റ് ഇയറിലാണ്. ഏത് വർഷമാണോ നമ്മൾ വരുമാനം ഉണ്ടാക്കിയ ആ വർഷം തന്നെയല്ല അതിന് ടാക്സിന് ലയബിലിറ്റി ഉണ്ടാവുക, അടുത്ത വർഷത്തിലാണെന്ന് പറഞ്ഞു. അതാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ജനറൽ റൂള്. ഓക്കെ, പറയണം ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ വിൽ ബി ടാക്സ്ഡ് ഓൺ ദി ഫോളോയിങ് അസസ്മെൻറ്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ വരുമാനത്തിന് തൊട്ടടുത്ത് വരുന്ന അസസ്മെൻറ്റ് ഇയറിലാണ് ഒരാൾ ടാക്സ് കൊടുക്കേണ്ടി വരിക. ഇറ്റ് ഈസ് ജനറൽ റൂൾ റിഗാർഡിങ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പൊതുവിലുള്ളൊരു നിയമം അതാണ്. കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിന് നമ്മൾ ഈ വർഷം ടാക്സ് ചെയ്യേണ്ടി വരും. ഈ വർഷം ഉണ്ടാക്കുന്ന വരുമാനത്തിന് അടുത്ത വർഷം നമ്മൾ ടാക്സ് ചെയ്യേണ്ടി വരും. അടുത്ത വർഷം ഉണ്ടാക്കുന്ന വരുമാനത്തിന് അതിന് തൊട്ടടുത്തുള്ള വർഷത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കാൻ ലയബിൾ ആവുക. അപ്പോൾ ഈ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് ഈ വർഷമല്ല ടാക്സ് ചെയ്യേണ്ടത്, അടുത്ത വർഷത്തിലാണ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിനാണ് നമ്മൾ ഈ വർഷം ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ വരുമാനം ഉണ്ടാക്കിയ വർഷത്തെ പ്രീവിയസ് ഇയർ എന്നും ടാക്സ് കൊടുക്കാൻ ലയബിളായ വർഷത്തെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നും വിളിക്കും. അസസ്മെൻറ്റ് തൊട്ട് താഴെയുള്ള വർഷത്തെ പ്രീവിയസ് ഇയർ എന്നും പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെയുള്ള വർഷത്തെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നും പഠിച്ചു. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ റൂളിന് ചിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താ റൂള്? കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിനാണ് നമ്മൾ ഈ വർഷം ടാക്സ് ലയബിളായിരിക്കുക. ഈ വർഷത്തെ വരുമാനത്തിന് നമ്മൾ അടുത്ത വർഷമാണ് ലയബിളായിട്ടിരിക്കുക. പ്രീവിയസ് ഇയറിലെ വരുമാനത്തിന് തൊട്ടടുത്ത് വരുന്ന അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സിബിലിറ്റി ഉള്ളത്, ടാക്സിന് ലയബിലിറ്റി ഉള്ളത് എന്നുള്ളതാണ് ജനറൽ റൂൾ. ഈ ജനറൽ റൂളിന് എന്തുണ്ട്? സം ടൈംസ് ഇൻകം ഓഫ് ദി ഇയർ ടാക്സ്ഡ് ദ സെയിം ഇയർ ഇറ്റ് സെൽഫ്. ചില സമയങ്ങളിൽ ഒരേ വർഷം ഉണ്ടാക്കിയ ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കിയ വരുമാനത്തിന് ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഒരു വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് അതേ വർഷം തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് ഈ വർഷം തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് ജനറൽ റൂളിനുള്ള ചില എക്സംഷനാണ്, ചില ഒഴിവുകളാണ്. ഓക്കെ, ഈ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് ശരിക്കും ടാക്സ് കൊടുക്കേണ്ടത് അടുത്ത വർഷമാണ്. പക്ഷേ ഈ വർഷം തന്നെ ചില സമയങ്ങളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. 4 മാർക്കിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് ഈ വർഷം തന്നെ എന്ത് ചെയ്യാം? ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതെന്താണ്? എക്സംഷൻ ടു ദി ജനറൽ റൂൾ എന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കാം. എന്താ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കിയ വരുമാനത്തിന് ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കുന്നതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അങ്ങനെ 5 കേസസാണ്, 5 സന്ദർഭങ്ങളാണുള്ളത്. 1, ഇൻകം ഓഫ് എ നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് ബിസിനസ്. സെക്ഷൻ 172 പറയുന്നു. ഒരാൾ ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള, എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുകയെന്ന് നമ്മൾ പഠിക്കാൻ പോകണമെന്നാണ്. ഒരാൾ ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത ഒരാളെയാണ് നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് അടുത്തതിൽ പഠിക്കാനുണ്ട്. ഒരു നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നും ഒരാൾക്ക് വരുമാനമുണ്ടായി. നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥം, ശരിക്കുള്ള അർത്ഥം, ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത ആളെയാണ് നമ്മൾ നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത ഒരാൾ വരുമാനം ഉണ്ടായി. സെക്ഷൻ 172 പറയുന്നത് ഇൻകം ഏൺഡ് ബൈ എ നോൺ റെസിഡൻറ്റ് by way of shipping business from carrying passengers, goods, mails, etc. at Indian port. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തുറമുഖത്ത് പാസഞ്ചറിനെ കൊണ്ടുപോകുന്നതിലൂടെയോ ഗുഡ്സുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിലൂടെയോ മെയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിലൂടെയൊക്കെ ഒരു ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത ഒരാൾ ഷിപ്പിംഗ് ബിസിനസ്സിലൂടെ, കപ്പൽ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കിയാൽ അയാൾ ഏത് വർഷമാണോ വരുമാനം ഉണ്ടാക്കിയത് ആ വർഷത്തിൽ തന്നെ അതിനുള്ള ടാക്സ് കൊടുക്കണം. അപ്പം തന്നെ വരുമാനം ഉണ്ടാക്കി അപ്പം തന്നെ അതിനുള്ള ടാക്സും കാര്യങ്ങളും ചെയ്തിരിക്കണം. കാരണം എന്താ? അയാൾ ഇന്ത്യയിൽ താമസക്കാരനല്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടി അയാൾ ഉണ്ടാക്കിയ വരുമാനമായിട്ട് അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. പിന്നെ അയാൾ നിന്ന് ടാക്സ് പിടിക്കും. അടുത്ത വർഷത്തേക്ക് വെച്ച് അടുത്ത വർഷം ടാക്സ് പിരിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഇന്ത്യക്കാരനല്ല, ഇന്ത്യ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരു നോൺ റെസിഡൻ്റായ ഒരു വ്യക്തി ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടാക്കിയ ആ വരുമാനം ഉണ്ടാക്കിയ വർഷം തന്നെ അതിനുള്ള ടാക്സും ലയബിലിറ്റിയും കൊടുത്തിരിക്കണം. ഓക്കെ, രണ്ടാമത് ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇൻ ഇന്ത്യ. സെക്ഷൻ 174 പറയുന്നത് എന്താ? ഇൻകം ഓഫ് എ പേഴ്സൺ ലീവിങ് ഇന്ത്യ വിട്ടുപോകുന്നൊരു വ്യക്തി. പേഴ്സൺ എന്നുകൊണ്ട് ഇവിടെ എത്താക്കുന്ന ഏഴാളല്ല കേട്ടോ, വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ തന്നെ. ഒരാൾ ഇന്ത്യ വിട്ടുപോകുന്നു വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു റിട്ടേൺ. ലീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന, LIV ആണ് ഇന്ത്യയിൽ ജീവിക്കുക. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുന്നു. എന്തിനാണ് ഇന്ത്യ വിടുന്നത്? ലെഫ്റ്റ് ഇന്ത്യ വിടുന്നു വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു റിട്ടേൺ ഇന്ത്യ. ഇന്ത്യയിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ആഗ്രഹമില്ലാതെ, ഇന്ത്യയിലേക്ക് ഇനി സമീപ ഭാവിയിൽ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ച് വരണമെന്നോ ആഗ്രഹമില്ലാതെ, ഇന്ത്യയിലേക്ക് ഇനി തിരിച്ചില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഇന്ത്യ വിട്ടുപോകുന്നു. ആ ഇന്ത്യ വിട്ടുപോകുന്നത് അസസിങ് ഓഫീസർ അതിന് വേണ്ടിയാണ് എന്ന് അസസിങ് ഓഫീസർക്ക് മനസ്സിലായ അയാൾ ഈ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിന് ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് കൊടുത്തിരിക്കണം. കാരണം എന്താ? അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചാൽ അടുത്ത വർഷം അയാൾ അടുത്ത അസസ്മെൻറ്റ് പ്രീവിയസ് ഇയർ ഉണ്ടാക്കിയ വരുമാനത്തിന് അസസ്മെൻറ്റ് ഇയർ വരെ കാത്തു നിന്നാൽ അടുത്ത വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻകം ടാക്സ് ഓഫീസർക്ക് അതിൻ്റെ വരുമാനത്തിൻ്റെ മേലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് പിടിക്കാൻ കഴിയില്ല.
ഓക്കെ. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു ഇയാൾ ഇന്ത്യ വിടുന്നു. ഇന്ത്യ വിടുന്നു എന്തിനാ? വെൻ ആൻ ഇൻഡിവിജ്വൽ ലീവ്സ് ഇന്ത്യ, ഒരാൾ ഇന്ത്യ വിടുന്നു എന്തിനു വേണ്ടി? വിത്തൗട്ട് ആൻ ഇൻറ്റൻഷൻ ടു റിട്ടേൺ ഇന്ത്യ, ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് ഉദ്ദേശമില്ലാതെ ഇന്ത്യ വിട്ടുപോകുന്നു. ഈ വിൽ ബി ടാക്സ്ഡ് ഓൺ ദി സെയിം ഇയർ, അയാൾ ആ വർഷം തന്നെ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യപ്പെടും. ഇൻകം ഓഫ് AOP, BOI, AGP. എന്താ AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, AGP എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഓർ പർപ്പസ്. അത് ഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പർപ്പസ്, ലക്ഷ്യമോ അല്ലെങ്കിൽ പ്രത്യേക ഇവൻറ്റിനോ ആണ്. ആ ഇവൻറ്റ് കഴിഞ്ഞു, ആ AOPയും BOIയും പിരിച്ചു വിട്ടു എന്നുണ്ടെങ്കിൽ അവർ ആ വർഷം ഉണ്ടാക്കിയ വരുമാനത്തിൻ്റെ മേലിൽ ആ വർഷം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. കാരണം എന്താ? അടുത്ത വർഷത്തേക്ക് ആ AOPനെ മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ആ AOP എന്ത് ചെയ്തിട്ടുണ്ട്? വൈൻഡ് അപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. ഒരു പ്രത്യേക കാര്യം, ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട AOPയോ BOIയോ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സണോ ആ പ്രത്യേക ലക്ഷ്യം കഴിഞ്ഞാൽ അത് വൈൻഡപ്പ് ചെയ്തു പോവും, അത് ഡിസോൾവ് ചെയ്തു പോവും എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ വരുമാനത്തിന് ആ വർഷം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അത് അടുത്ത വർഷത്തേക്ക്, അടുത്ത അസസ്മെൻറ്റ് ഇയറിലേക്ക് മാറ്റി വെക്കാൻ പാടില്ല. അതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്, സെക്ഷൻ 175. ഒരാൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി, ടാക്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അയാളെ കൈവശമുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി, ഒരു ഫിക്സഡ് അസറ്റോ, ഒരു ബിൽഡിങ്ങോ, ഒരു ലാൻഡോ, ഒരു സെക്യൂരിറ്റിയോ, ഒരു ഷെയറോ, ഡിബഞ്ചറോ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ മറ്റൊരാളെ പേരിലേക്ക് അങ്ങോട്ട് മാറ്റി. എന്തിനു വേണ്ടി അങ്ങനെ മാറ്റുന്നത്? ടാക്സ് വെട്ടിക്കാൻ വേണ്ടി, ടാക്സിൽ നിന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് അസസിങ് ഓഫീസർക്ക്, ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ഒരു ഓഫീസർക്ക്, ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലായ അയാൾ ആ വരുമാനത്തിൻ്റെ മേലിൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ നല്ല വരുമാനമുള്ള ഒരാളാണ്, അയാളുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൽ നിന്ന് വാടക കിട്ടുന്നുണ്ട്, ആ വാടകയും കൂടിയും കൂടിയിട്ടുണ്ട്, അയാളെ വരുമാനത്തോടു കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ആ വർഷം അയാളെ പേരിലുള്ള ആ ബിൽഡിങ് തൻ്റെ ഭാര്യയുടെ പേരിലേക്കോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേരിലേക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്തിനാ? ആ ബിൽഡിങ്ങിൻ്റെ വാടകയെങ്കിലും ടാക്സിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് അതിന് വേണ്ടിയാണ് മാറ്റിയത് എന്ന് ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലായ ആ വരുമാനത്തിൻ്റെ മേലിലുണ്ടാകുന്ന ടാക്സ്, അപ്പോൾ എത്രയാണോ ബിൽഡിങ്ങിന് റെൻറ്റ് കിട്ടുന്നത് ആ ടാക്സ് അയാളെ പേരിൽ തന്നെ ആ വർഷം തന്നെ എന്ത് ചെയ്യണം? ചാർജ് ചെയ്തിരിക്കണം. ദെൻ ഓൺ ദി ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ, സെക്ഷൻ 176. ഒരു ബിസിനസ്സോ ഒരു പ്രൊഫഷനോ ഈ വർഷം അടച്ചു പൂട്ടിയ ആ അടച്ചു പൂട്ടുന്ന വർഷം തന്നെ എന്ത് ചെയ്യണം? ടാക്സ് വാങ്ങണം. കാരണം അടുത്ത വർഷത്തേക്ക് ആ ബിസിനസ് അടുത്ത അസസ്മെൻറ്റ് ഇയറിലേക്ക് മാറ്റി വെച്ചാൽ അടുത്ത അസസ്മെൻറ്റ് ഇയറിൽ അവരെ കയ്യിൽ നിന്നും ടാക്സ് പിരിക്കാൻ വേണ്ടി ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യണം? ബിസിനസ്സോ ഒരു പ്രൊഫഷനോ ഏത് വർഷമാണോ ഡിസ്കണ്ടിന്യൂ ആവുന്നത് ആ വർഷം തന്നെ അതിൻ്റെ ടാക്സ് വാങ്ങിയിരിക്കണം. ഇതിനെയാണ് ഈ 5 സിറ്റുവേഷനിലാണ് ആക്സിലറേറ്റഡ് അസസ്മെൻ്റ് ഉള്ളത്. എന്താ ജനറൽ റൂൾ പറയുന്നത്? എന്താ? ഒരു പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ വരുമാനം അടുത്ത അസസ്മെൻറ്റ് ഇയറിലേ വാങ്ങാൻ പാടുള്ളൂ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയ വരുമാനം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന അസസ്മെൻറ്റ് ഇയർ എന്ന ഫിനാൻഷ്യൽ ഇയറിലെ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഉള്ളൂ. അതാണ് ഇൻകം ടാക്സിൻ്റെ ജനറൽ റൂള്. അതിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കുന്ന വരുമാനത്തിന് ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ വാങ്ങണം എന്ന് പറയുന്നൊരു റൂളുണ്ട്. അതിനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്നുള്ളത്. അങ്ങനെ 5 സിറ്റുവേഷൻ ഉണ്ട്. ഇത് 4 മാർക്കിന് എപ്പോഴും തിയറി ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ 2 മാർക്കിന് വാട്ട് ഈസ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് ചോദിക്കും. ഓക്കെ. ശരിക്കും പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ വരുമാനം നേടുന്ന വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുക. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് ആ വർഷത്തെ പ്രീവിയസ് ഇയറിലെ വരുമാനത്തിന് ടാക്സ് കൊടുക്കുന്ന വർഷത്തെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുക. പ്രീവിയസ് ഇയറിൻ്റെ മുകളിലുള്ള വർഷത്തെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുക. അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് താഴെയുള്ള വർഷത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുക. പ്രീവിയസ് ഇയറും അസസ്മെൻറ്റ് ഇയറും 12 മാസമാണുള്ളത്. 12 മാസത്തെ പീരീഡാണ്. അത് തുടങ്ങുക ഒരു വർഷത്തിൻ്റെ 1 ഏപ്രിൽ മുതൽ അടുത്ത വർഷത്തിൻ്റെ 31 മാർച്ച് വരെയാണ്. അത് പ്രീവിയസ് ഇയർ ആയാലും അസസ്മെൻറ്റ് ഇയർ ആയാലും 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ്.